ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 4ൻ്റെ കേക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വാനില കേക്ക്, സ്പൈഡർമാൻ്റെ തീമിൽ ചെയ്തിട്ടുള്ള ഒരു വാനില കേക്ക് കൂടി കാണിക്കുന്നുണ്ട്. വളരെ ഈസിയാണ് ഈ രണ്ട് കേക്കും റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഞാനിവിടെ വാനില കേക്കിന് വേണ്ടിയിട്ട് വാനില സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മാത്രം കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പുറമെ കളറുള്ള ക്രീമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മുകളിലൊന്ന് പ്രസ് ചെയ്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കിയിട്ട് വേണം കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഓരോ പീസിലും ഇതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാനില കേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ നമുക്കിതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ക്രഷാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിലായിട്ടുള്ള റോസറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ക്രീം ഞാൻ മൊത്തത്തിൽ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സൈഡിലൂടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കേക്കിലേക്ക് ഇതുപോലെ റോസറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എയർ ബ്രഷ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഡാർക്ക് റെഡ് കിട്ടാനായിട്ട്. ഏറ്റവും മുകളിലായിട്ട് സ്റ്റാറിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വേണം എയർ ബ്രഷ് ചെയ്യാനായിട്ട്. അപ്പോൾ എയർ ബ്രഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർ കാണുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ് ഈ ഒരു എയർ ബ്രഷ് വെച്ചിട്ട് നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടാണ് എയർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് വാഫർ പേപ്പർ കൊണ്ട് ഉള്ള ഒരു സ്പൈഡർമാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി പോവുകയൊന്നുമില്ല. നമ്പർ 4ൻ്റെ കേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കപ്പ് കേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കപ്പ് കേക്ക് ഇതുപോലെ ബേക്ക് ചെയ്തിട്ട് ആ ഒരു നമ്പർ 4ൻ്റെ ഇതിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമ്പർ 4 കേക്കൊക്കെ അല്ല ഏത് നമ്പർ കേക്ക് ആയാലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് കേക്ക് ഓരോന്നായിട്ട് ഓരോരുത്തർക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇതിൻ്റെ അടിയിലായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഓരോ കപ്പ് കേക്കിൻ്റെ അടിയിലും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ആ കേക്ക് ബോർഡിൽ അങ്ങ് ഒട്ടിയിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ തെന്നി മാറിയിട്ട് എല്ലാം ആ ഒരു ഷേപ്പൊക്കെ പോയി കേക്കൊക്കെ ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഒട്ടിച്ചു കൊടുക്കണം. ഒന്നുകിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ റോസറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പൈപ്പ് ചെയ്യുന്നില്ല, സൈഡിലൊക്കെ ആയിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ കളറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഒരു 3-4 കളർ എടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൽ. എല്ലാം സ്റ്റാറിൻ്റെ നോസിൽ വെച്ചിട്ടാണ്. ചെറിയ സ്റ്റാറിൻ്റെ നോസിലും നമ്മൾ സാധാരണ റോസറ്റൊക്കെ പൈപ്പ് ചെയ്യുന്ന വലിയ ഒരു നോസിലും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഇതുപോലെ അങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഇതിലേക്ക് എടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഞാൻ വലിയ റോസറ്റ് പൈപ്പ് ചെയ്തിട്ടുള്ളത് സൂപ്പർ റെഡിൻ്റെ കളർ ചേർത്തിട്ടാണ്. ഇതിലേക്ക് പിന്നീട് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് റെഡ് കളർ ഒന്ന് എയർ ബ്രഷ് ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റേ കേക്കിൽ എയർ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതിലും എയർ ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഡാർക്ക് റെഡ് കളർ കിട്ടും. എന്തായാലും ഈ കേക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ കപ്പ് കേക്ക് എല്ലാം ഒട്ടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഭംഗി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇപ്പോൾ ഷുഗർ ബോൾസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വാഫറിൻ്റെ തന്നെ ബട്ടർഫ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ പരന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അല്ല, ഒരുപാട് മടക്കി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ആ ക്രീമിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നമ്പർ കേക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കപ്പ് കേക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്